കേന്ദ്ര സർക്കാരിൻ്റെ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നിതിൻ ഗഡ്കരിക്കും എതിരായിട്ട് ശ്രീ KC വേണുഗോപാൽ സംസാരിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ കലിപൂണ്ട് തുള്ളൽ കാണിച്ചാൽ നമുക്കിത് മനസ്സിലാക്കാം. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ്റെ ബാധ മുഹമ്മദ് റിയാസിൻ്റെ ശരീരത്ത് കയറിയിട്ട് നിതിൻ ഗഡ്കരിയെ പറയുന്നതിന് മുഹമ്മദ് റിയാസ് എന്തിനായി തുള്ളുന്നത്? അപ്പോൾ ഇന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞത് ശ്രീ KC വേണുഗോപാൽ ഇരിക്കുന്ന പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്ന പദവി സുപ്രീം കോടതി ജഡ്ജിയൊന്നുമല്ല എന്നാണ്. അത് ശ്രീ KC വേണുഗോപാൽ ഞങ്ങൾക്കും എല്ലാവർക്കും അറിയാം. ശ്രീ KC വേണുഗോപാൽ സുപ്രീം കോടതി ജഡ്ജിയല്ല, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനാണെന്ന്. മാത്രമല്ല ഇന്ന് വർത്തമാനകാലത്ത് സുപ്രീം കോടതി ജഡ്ജി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അവസാന വാക്കാണെന്നുള്ള തെറ്റിദ്ധാരണ ഞങ്ങൾക്കാർക്കും ഇല്ല. ഈ KC വേണുഗോപാൽ സുപ്രീം കോടതി ജഡ്ജി അല്ല എന്ന് പറയുന്ന കേരളത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തോട് പറയാനായിട്ടുള്ളത് അങ്ങ് കേരളത്തിൻ്റെ യുവരാജാവാണ് എന്നുള്ള ആ തലക്കരത്തിൽ നിന്നൊന്ന് താഴേക്ക് ഇറങ്ങണം. തലയിൽ തപ്പി നോക്കിയ കിരീടമൊന്നും അവിടെ ഇരിപ്പില്ല. അങ്ങേ ഈ സംസ്ഥാനത്തിൻ്റെ പൊതുമരാമത്തിൻ്റെയും ടൂറിസത്തിൻ്റെയും ചുമതലകൾ മാത്രമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. പിന്നെ അങ്ങിപ്പോൾ മന്ത്രിസഭയ്ക്ക് വേണ്ടി തള്ളൽ വകുപ്പിൻ്റെ ചുമതല കൂടി അങ്ങ് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തള്ളൽ നടത്തിക്കൊണ്ടിരുന്ന ഒരാളെന്ന നിലയിൽ റോഡിലുണ്ടാകുന്ന വിള്ളലിനെ പറ്റി അങ്ങയോട് ചോദിക്കുമ്പോൾ ഈ കലിപൂണ്ട് ഉണ്ടാകേണ്ട കാര്യമില്ല. ഇനി ശ്രീ മുഹമ്മദ് റിയാസിനോടുള്ള ഡയറക്റ്റായ ചോദ്യം, ഈ ദേശീയ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോൾ എന്താണ്? ശ്രീ മുഹമ്മദ് റിയാസിൻ്റെ റോൾ എന്താണ്? ഈ പാടത്ത് കൃഷി ഇറക്കി കഴിയുമ്പോൾ പാടത്ത് വന്നിരിക്കുന്ന ചില കൊക്കുകളുണ്ട്, ചില നാട്ടിൽ അതിനെ കൊറ്റെന്ന് പറയും. ഈ പാടത്തെ കൃഷി ഇറക്കി കഴിഞ്ഞാൽ അതിങ്ങനെ വിളവെടുക്കുന്ന സമയത്തെത്തി നിൽക്കുന്ന കൊറ്റുകൾക്കും കൊക്കുകൾക്കും ഒരു തോന്നലുണ്ടാകുകയാണ് ഈ പാടം മുഴുവൻ എൻ്റേതാണ് എന്നൊറ്റക്കാലിൽ നിന്നിട്ട് കൊക്കുകൾക്കുണ്ടാകുന്ന തോന്നലാണ് ശ്രീ മുഹമ്മദ് റിയാസിന് തോന്നുന്നത് ഈ ഹൈവേ മുഴുവൻ എൻ്റേതാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ അദ്ദേഹത്തിന് തോന്നി കേരളം മുഴുവൻ എൻ്റേതാണ്. അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം പറയട്ടെ, ദേശീയ ഹൈവേയുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പിന് എന്താണ് റോള്? ഇന്നിപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നു ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യാതൊരു വിധമായ റോളും ഞങ്ങൾക്കില്ല. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോളില്ലാത്ത ആൾ വന്നിട്ട് പറയാം ഡിസംബർ മാസം ഞങ്ങൾ ഇത് ഉദ്ഘാടനം ചെയ്യും. എന്താ ആധികാരികതയും? ഇതിൻ്റെ നിർമ്മാണം ഞാൻ ചോദിച്ചോട്ടെ, ഈ ദേശീയ പാത എന്ന് പറയുന്നത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ മാത്രമുള്ളൊരു പ്രക്രിയ വല്ലതുമാണോ? ഇതൊരു ചെയിനല്ലേ, രാജ്യം മുഴുവനുള്ള ചെയിനല്ലേ. അപ്പോൾ അതിനകത്തെ ക്രമക്കേടുകളെ പറ്റി, അതിനകത്തെ അപാകതകളെ പറ്റി കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുമ്പോൾ കേരളത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രിക്ക് ഇങ്ങനെ തുള്ളലുണ്ടാകുന്നത് മറ്റെന്തെങ്കിലും കാര്യത്തിൻ്റെ കേന്ദ്ര സർക്കാരിനോടുള്ള ഉപകാരസ്മരണയാണ് എങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി. ആ തിണ്ണമിടുക്ക് വളരെ സ്നേഹത്തോടെ പറയുന്നു, ആ തിണ്ണമിടുക്ക് അദ്ദേഹം കയ്യിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഈ ഭൂമി ഏറ്റെടുത്തതാണ് ദേശീയപാത വികസനത്തിൽ തങ്ങൾക്കുള്ള പങ്ക് എന്നാണ് റോഡ് വിള്ളലുണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയൊക്കെ തുറന്നു പറഞ്ഞത്. ഈ ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ അത് റവന്യൂ വകുപ്പാണ്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോൾ എന്താണ്? ഇപ്പോൾ ഈ വീടിൻ്റെയൊക്കെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ കണ്ണേറ് തട്ടാതിരിക്കാൻ ഒരു കോലം വീടിൻ്റെ മുമ്പിൽ വെക്കാറുണ്ട്. ആ കോലത്തിൻ്റെ റോള് പോലും ഇല്ലാത്തൊരു വകുപ്പാണ് പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട്. ആ മന്ത്രിയാണ് 35 ലക്ഷം മുടക്കി ഓരോ റീലുണ്ടാക്കി ആഴ്ചയിൽ സന്ദർശനം നടത്തി അതിൻ്റെ പുരോഗതി വിലയിരുത്തി എന്ന് അവകാശപ്പെട്ട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ തീയതി വരെ പുറത്തു പറഞ്ഞത്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണം എന്ന് പറയുന്നത് സത്യത്തിൽ പൊതുമരാമത്ത് മന്ത്രിയോടാണ്. ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പറഞ്ഞത് എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണം അദ്ദേഹം സത്യത്തിൽ പറഞ്ഞത് കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രിയോടാണ്. ഒന്നുകിൽ ഈ റോഡിൻ്റെ പണിയിൽ ഉത്തരവാദിത്തം ഇല്ല എന്ന് പറയാം, അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഉണ്ട് എന്ന് പറയാം. ഈ രണ്ട് തോണിയിലും കാലുവെക്കുന്ന ഏർപ്പാട് മന്ത്രി നിർത്തണം എന്നൊരു അഭ്യർത്ഥന കൂടി ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്.